ഹായ് കൂട്ടുകാരെ, ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ചയാണല്ലോ വിഷു. അപ്പോൾ ഇതാക്കണ മക്കളെ, വെള്ളരിയാണ് ഇന്ന് ഞാൻ കറി ഉണ്ടാക്കിയത്. വെള്ളരി താളിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളരി അരിഞ്ഞെടുത്തതുണ്ട്, പച്ചമുളക് ഉപ്പും കൂട്ടിയാണ്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെന്തതിന് ശേഷം ഇതാ കഞ്ഞിവെള്ളത്തിലാണ് കേട്ടോ അത് വേവിച്ചെടുത്തത്. നമ്മൾ ചിരങ്ങ താളിക്കുമല്ലോ, അതേപോലെ വെള്ളരിയും താളിക്കട്ടോ. ചെറുതാക്കി അരിഞ്ഞ് പച്ചമുളക് ഉപ്പിട്ട് വേവിച്ചാണ്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചെറിയ ഉള്ളിയും കറിവേപ്പില ഇട്ടുകൊണ്ട് വറവിട്ടെടുത്താൽ നല്ല രസമാണ് കേട്ടോ ആ കറി. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് അറിയില്ല, എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം സംഗതി ഉഷാറാണ് കേട്ടോ. ചിരങ്ങ താളിച്ച് കുട്ടികൾക്കൊക്കെ അറിയാം. മലപ്പുറംകാർക്ക് ഒരു സ്പെഷ്യൽ കറി തന്നെയാണ് കേട്ടോ ചിരങ്ങ താളിപ്പ്, തക്കാളി താളിപ്പ്, വെള്ളരി താളിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ. അതിന് ശേഷം ഇതാ ഞാൻ ഉണക്കമീൻ വറുത്തെടുക്കുക കേട്ടോ. മാന്തളാണ് കേട്ടോ ഉണക്കമീൻ. അതിക്ക് കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാണ്ട് ഓയിലിൽ ഇതാ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാകുമോ എന്നറിയില്ല മക്കളെ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുകൊണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ വിഷ്ണുവിന് ചോറ് കൊടുക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ഞായറാഴ്ചത്തെ സ്പെഷ്യൽ വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ട്. എന്തായാലും നമ്മളെ കൂട്ടുകാരൊന്ന് കാത്തിരിക്കണേ. ഈ ഒരു വെള്ളരി താളിപ്പ് കാണാൻ ഭംഗിയില്ല എന്ന് തന്നെ ഉള്ളൂ കേട്ടോ. പക്ഷേ ചോറൊക്കെ കൊഴിച്ച് തിന്നാൻ ഭയങ്കര രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നുണ്ടാവില്ല. എന്തായാലും ഉണ്ടാക്കിയാലല്ലേ നമുക്ക് അതിൻ്റെ അഭിപ്രായം പറയാൻ പറ്റും. അതിൽക്കിതാ ഒരു ഉണക്കമീനും കൂടെ കൂട്ടി ചോറ് തിന്നുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അത് വേറെ ഒന്നുമല്ല കേട്ടോ, മുരിങ്ങ ഞങ്ങൾ കറി ഉണ്ടാക്കിയെന്ന്. മുരിങ്ങ എങ്ങനെ കറി ഉണ്ടാക്കി വെച്ചാൽ മുരിങ്ങ താളിക്ക് തന്നെ ചെയ്തത് കേട്ടോ. അതെങ്ങനെ വെച്ചാൽ മുരിങ്ങ ഇതാക്കണം, ഞാൻ ഇതുമെന്ന് ഇങ്ങോട്ട് നുള്ളി എടുക്കട്ടെ കേട്ടോ. ചീനച്ചട്ടി അടപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു നുള്ളി ചെറിയ ഉള്ളിയും പച്ചമുളകും വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിക്ക് 2 പഴുത്ത തക്കാളി അരിഞ്ഞ് അതും കൂടെ വാട്ടിയെടുത്താണ്ട് പിന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചും മുരിങ്ങൻ്റെ ഇല ഇട്ടതിന് ശേഷം വേവിച്ചെടുത്തതാണ് കേട്ടോ. ഈ മുരിങ്ങൻ്റെ ഇല അങ്ങനെയൊന്ന് ഞാൻ കറി ഉണ്ടാക്കിയെന്നത്. അപ്പം ഞാൻ വെറുതെ ഒന്ന് എൻ്റെ ഫോണിൽ ഈ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് കാണിക്കാൻ വിചാരിച്ചതാണ് കേട്ടോ. സൂര്യമോൾ ഇപ്പോൾ അംഗൻവാടിക്കൊന്നും പോക്കില്ല. ഇപ്പോൾ അംഗൻവാടിക്ക് ആരും പോകലില്ല കേട്ടോ. സ്കൂളൊക്കെ പൂട്ടിയാൽ പിന്നെ പെരുന്നാളായി, അതിന് ശേഷം വിഷു ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വിരുന്നൊക്കെ കഴിഞ്ഞ് പറഞ്ഞേക്കാം അംഗൻവാടിക്ക് എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ദിവസം ലീവ് കൂടെ എടുക്കട്ടെ. പിന്നെ ഞങ്ങൾ ഞായറാഴ്ച എന്തായാലും വിഷു ഞങ്ങൾ ഞായറാഴ്ച വിരുന്ന് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് ഇപ്പോൾ അല്ലെങ്കിലേ കുറച്ച് കാലമായിട്ടുണ്ട്. എന്തായാലും പോകണം, പോയിട്ട് കുറേ ആയില്ല. വിഷ്ണു പറയുന്നുണ്ട് നമുക്ക് ഞായറാഴ്ച പോകണ്ട അമ്മ, വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം പോവാമെന്ന് പറയുന്നത് കേട്ടോ. എന്തായാലും വേണ്ടില്ല, എനിക്ക് എൻ്റെ വീട്ടിലെത്തിയേ പറ്റൂ. അത് അങ്ങനെയാണല്ലോ അല്ലേ. എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ആണ്ടർതി ദിവസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വിഷു ആയാലും ഓണമൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ പോകാൻ വലിയ ആഗ്രഹമാവും. നമ്മളെ കാത്ത് നിൽക്കണം അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ട് എന്ന് വെച്ചാൽ അതിലേറെ സന്തോഷമാവൂലേ. അച്ഛനും അമ്മയും നമ്മളെ വീട്ടിലുള്ളിടത്തോളം കാലം മക്കളെ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് സ്വതന്ത്രരായി പോവുള്ളൂ. ചില വീടുകളിൽ അങ്ങനെയാണ് കേട്ടോ. ചിലവർ കുഴപ്പമുണ്ടാവില്ല, ആങ്ങളാരും നാത്തൂന്മാരൊക്കെ വീട്ടിലുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ പറഞ്ഞാൽ അത് പറ്റാത്തവരും ഉണ്ടാവും കേട്ടോ. നമ്മൾ പറഞ്ഞാൽ നമ്മളെ സന്തോഷം പറഞ്ഞാൽ അച്ഛനും അമ്മയും ഉള്ളിടത്തോളം കാലം എത്രത്തോളം നമ്മൾക്ക് വീട്ടിലേക്ക് പോയി നിൽക്കാൻ പറ്റുമോ, ഓലെ കാണാൻ പറ്റുമോ, ഓലെ നോക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ നമ്മളെ വീട്ടിൽ പോയി നിൽക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ. ഞാൻ ഏതായാലും ഈ മുരിങ്ങ അങ്ങോട്ട് ഊരി എടുക്കട്ടെ. മുരിങ്ങൂരലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന സമയത്താണ് പൈപ്പിൽ വെള്ളം വന്നത് കണ്ടത് കേട്ടോ. പൈപ്പിൽ വെള്ളം വന്നാൽ തന്നെ ഒരുപാട് നേരമൊന്നും വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ 1 മണിക്കൂറൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ. അതൊരു സമയത്ത് വെള്ളം പിടിച്ചിരിക്കണവർക്ക് വെള്ളം കിട്ടും, അല്ലാത്തവർക്ക് വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ രാത്രി ചോറ് വെച്ച ചെമ്പട്ടിയൊക്കെ അവിടെ കഴുകാണ്ടായിരുന്നു. ചോറ് ഊറ്റി വെച്ച ചെമ്പട്ടി അത് കഴുകി. പിന്നെ ഇവിടെ കഞ്ഞിക്കാലം കഴുകാണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടോ. വെള്ളം വരുമ്പോൾ വെള്ളമാക്കാൻ വേണ്ടിയുള്ള പാത്രങ്ങളൊക്കെ എളുപ്പത്തിൽ കഴുകിയാണ്ട് വെള്ളമാക്കാൻ നോക്കട്ടെ. അങ്ങനെ ഒരുവിധം കരിപ്പാത്രങ്ങൾ കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അകത്തേക്കുള്ള പുറത്തേക്കുള്ള വെള്ളമാക്കേണ്ട പണി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതാ ചായക്കടി ഞാൻ സൂര്യമോൾക്ക് കൊടുക്കട്ടെ. ദോശയായിരുന്നു കേട്ടോ ചായക്കടി ഉണ്ടാക്കിയത്. ദോശയും പിന്നെ ചട്നി കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ പണിക്കാരുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞായറാഴ്ച മുതൽ ഉണ്ടാവില്ല, ഞായറാഴ്ച വിഷു അല്ലേ. ഇനി വിഷു ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിരുന്നൊക്കെ പോയി വന്നിട്ട് പണിക്കാർ വരാതെ പറഞ്ഞു. അങ്ങനെ സൂര്യമോളെ മുടി വെട്ടിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ അധികം ഒന്നും വെട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഓളിപ്പോൾ മുടി 2 കൊമ്പാക്കിയൊക്കെ കെട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അധികം മുടി വെട്ടി കളയണ്ട, ഒരു പാകത്തിന് ഒരു മീഡിയം വെട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ആന്നൊക്കെ പറഞ്ഞു ഓല് മുടി വെട്ടാൻ പോയിട്ടോ. ഇനിയിപ്പോൾ ഞായറാഴ്ചക്കുള്ള കുറച്ച് വിറകൊക്കെ കൊത്തിയേക്കട്ടെ. കാരണം വിറകില്ല, വിറക് ആ കാണുന്ന വിറക് നമ്മളതല്ല കേട്ടോ, അത് ഏടത്തിയമ്മേൻ്റെ ഒക്കെയാണ്. അവിടെ വീട്ടിലത്തെ വിറകാണ് കേട്ടോ. ഇനി നമുക്കുള്ള വിറക് കൊണ്ടുവന്നിട്ട് വേണം. കൊണ്ടുവരാൻ വിറകുണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെ വിറക് കൊണ്ടുവരാൻ പോയിട്ടില്ല. ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛന് ഭയങ്കര തിരക്കിട്ട പണിയായിരുന്നു കേട്ടോ.
അതുകൊണ്ട് തന്നെ മുതലാളിമാരെ വീട്ടിൽ തന്നെ ഓരോ പണികളുള്ളതുകൊണ്ട് നമുക്ക് വിറക് കൊണ്ടുവന്നിടാനും വിറക് കട്ടിയേക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നമ്മളെ വിരുന്നോക്ക് പകുതിക്കൽ നിർത്തി ഇങ്ങോട്ട് തന്നെ പോരേണ്ടി വരും. വിരുന്ന് പോയാലും നമ്മളിങ്ങോട്ട് വരേണ്ടി വരും. വിറക് കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ സ്കൂൾ തുറക്കണേന് അടുപ്പിച്ച് പിന്നെയും പോയി നിൽക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് പ്ലാന്. എന്തായാലും വേണ്ടില്ല, ഞാൻ 2 കൊള്ളി വിറക് കൊത്തിയെടുക്കട്ടെ. ഇനിയിപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ പിന്നെ അന്നത്തെ ദിവസം വിറക് കൊത്തുക കത്തിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം അതൊരു മടിയാണ്. അപ്പോൾ ഒരുപാട് പണികളുള്ള തിരക്കാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ തലേന്ന് വിറക് ആവശ്യത്തിനുള്ളതൊക്കെ കൊത്തിയെടുക്കട്ടെ കേട്ടോ. മിഞ്ഞാന്ന് നല്ല മഴ പെയ്തേന്നു കേട്ടോ. അതുപോലെ എന്തായാലും നല്ല മഴ വന്നേന്നു. ചെറിയ ചാറ്റൽ മഴ പെയ്തു, പക്ഷെ അധികം അങ്ങോട്ടൊന്നും ഇല്ലേന്നു കേട്ടോ. അങ്ങനെ ഇതാ വിഷ്ണുവിൻ്റെ അച്ഛനും മുതലാളിമാർക്ക് വിഷുക്കൊന്ന വേണമെന്ന് പറഞ്ഞപ്പോൾ അത് പറിക്കാൻ വേണ്ടി റോഡ് കൂടെ അങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. വിഷ്ണു ഒക്കെ ഇതാ അവിടെ ഒളിച്ചിരിക്കണം. ഒരു കുട്ടികൾ അവിടെ സാറ്റ് കളിക്കുന്ന തിരക്കാണ് കേട്ടോ. അപ്പോൾ ഈ കൊന്ന മരത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടമാർക്ക് കൊന്നുണ്ടായിരുന്നു. ഒരുപാട് കൊന്നപ്പൂവ് ഉണ്ടായിരുന്നു കേട്ടോ. കൊന്നപ്പൂവ് അതെന്തായി ചോദിച്ചാൽ എന്തായി നമുക്ക് തന്നെ അറിയില്ല. സംഗതിയൊക്കെ കൊഴിഞ്ഞു പോയതാ തോന്നുന്നു. അപ്പോൾ ഇതാ ഇള്ളയുണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും ഊരിയേക്കാൻ വേണ്ടി ഇതാ പറക്കുകയാണ് കേട്ടോ. ഇത് ഓൽക്ക് കുറച്ച് മുതലാളിമാർക്ക് കുറച്ച് കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞു. അതേപോലെ നമ്മളെ വീട്ടിലേക്ക് ഒരു 2 ഇല്ലെങ്കിൽ 2 ഇല്ലി കണി വെക്കാൻ വേണ്ടി അതും കൂടെ കൊന്നപ്പൂവ് പറക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളവിടെ കളിക്കുന്ന തിരക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് മക്കൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ. കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ.